നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ 258 ദിവസങ്ങൾക്ക് ശേഷം ACL ഇഞ്ചുറി കാരണം പുറത്തിരുന്ന ശേഷം എദർ മിലിറ്റാവോ 90 മിനിറ്റ് കളിച്ചിരിക്കുന്നു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. റയൽ മാഡ്രിഡിന് ഹാപ്പിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി സന്തോഷം ബ്രസീൽ ആരാധകർക്കാണ്. റയൽ നമുക്കറിയാം, എദർ മിലിറ്റാവോയുടെ അഭാവം മികച്ച രൂപത്തിൽ മാനേജ് ചെയ്താണ് മുന്നോട്ട് പോയത്. ഇപ്പൊ അദ്ദേഹം തിരികെ വരുമ്പോൾ അവരുടെ ഡിഫൻസിന് ശക്തി വർദ്ധിക്കുന്നു. എന്നാൽ ബ്രസീൽ അങ്ങനെയല്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഡിഫൻസിലൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. മിലിറ്റാവോയുടെ മടങ്ങി വരവ് തീർച്ചയായിട്ടും കോപ്പ അമേരിക്ക അടുക്കുമ്പോൾ വലിയ ആശ്വാസ വാർത്തയാണ് ബ്രസീലിന്. ഇതിൽ അദ്ദേഹം റയൽ സോസിഡാഡിനെതിരെ സ്റ്റാർട്ട് ചെയ്തു. കളിക്ക് മുമ്പ് അഞ്ചലോട്ടി പറഞ്ഞത് അദ്ദേഹം 100% ആയിട്ടില്ല, പക്ഷെ അദ്ദേഹത്തെ കളിപ്പിക്കും എന്ന തരത്തിലായിരുന്നു. പക്ഷെ വെറുതെ കളിപ്പിക്കുകയല്ല, 90 മിനിറ്റും അദ്ദേഹത്തെ കളിപ്പിച്ചു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 90 മിനിറ്റ് കളിച്ച് 38 പാസുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 5 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. 2 ടാക്കിളുകൾ, 2 ക്ലിയറൻസുകൾ, 2 ഹെഡർ ക്ലിയറൻസുകൾ, 2 റിക്കവറീസ്, ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്തു. ചുരുക്കത്തിൽ ഹീസ് ബാക്ക്. എദർ മിലിറ്റാവോ തന്റെ മികവിൽ തന്നെ തിരികെ വന്നിരിക്കുന്നു. കളി കഴിഞ്ഞിട്ട് മിലിറ്റാവോ പറഞ്ഞു, ഞാൻ വളരെയധികം ഹാപ്പിയാണ്, കാരണം 8 മാസങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. ഞങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആണ്. തീർച്ചയായിട്ടും വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനി ട്യൂസ്ഡേയിലെ മത്സരത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് എന്നാണ് എദർ മിലിറ്റാവോ പറഞ്ഞത്. ട്യൂസ്ഡേയിലെ മത്സരം എന്ന് പറയുമ്പോൾ ബയേൺ മ്യൂണിക്കിനെതിരെയുള്ള UEFA ചാമ്പ്യൻസ് ലീഗ് പോരാട്ടമാണ്. എന്തായാലും മിലിറ്റാവോയുടെ മടങ്ങി വരവ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ചെറിയ നിമിഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും 90 മിനിറ്റും അദ്ദേഹം കളിച്ചിരിക്കുന്നു. അദ്ദേഹം പൂർണ്ണ സജ്ജനാണ്. അത് പലർക്കും അത്ര സുഖകരമായിട്ടുള്ള വാർത്തയല്ല, പക്ഷേ റയലിനും ബ്രസീലിനും അത് സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.